വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് റിവ്യൂസ് ആണ്. മക്കളെ നമ്മുടെ ആനുവൽ എക്സാമിന് എത്തിയല്ലേ. അപ്പൊ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണണം. ആൻഡ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മക്കളെ നമ്മുടെ ആനുവൽ എക്സാമിന് നമുക്ക് ഇന്റേണൽ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ എയും ബിയും ഉണ്ടാവും. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ്, ഇന്റേണൽ ചോയ്സ് ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എനി വൺ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. സോ ക്വസ്റ്റൻ ഇതാണ്: റൈറ്റ് എ ഡയറി എൻട്രി ഓഫ് വൺ ഓഫ് ദി ചിൽഡ്രൻ സേ നിന്നു വെൻ ദീദി ഫസ്റ്റ് കെയിം വിത്ത് ഹെർ ബുക്സ്. ഏത് ചാപ്റ്ററിലെയാണെന്ന് ഈ ക്യാരക്ടേഴ്സിന്റെ പേര് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ ദീദി പുസ്തകം ആയിട്ട് വന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ, ഈവൻ നിന്നു ആണെങ്കിൽ നിന്നുവിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുട്ടിയുടെ ഡയറി, അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഒന്നെങ്കിൽ ഇത് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഓർ ബി പാർട്ട്, റൈറ്റ് എ ഡയറി ബൈ വൺ ഓഫ് ദി ചിൽഡ്രൻ വിസിറ്റിംഗ് ദീദീസ് ഹൗസ്. ഇവര് ദീദിയുടെ വീട് വിസിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഡയറി. രണ്ടും 2 സിനാരിയോ ആണ്, 2 ഡയറി തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും എഴുതാൻ ആൻസർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് എഴുതാം. 2 എണ്ണത്തിന്റെ ആൻസർ മിസ് പറഞ്ഞുതരാം കേട്ടോ. സോ ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ എന്തായാലും ഡേറ്റും ഡേയും കമ്പൽസറി ആയിട്ട് എഴുതണം. ഡേയും ഡേറ്റും നമ്മൾ എത്ര നന്നായിട്ട് എഴുതിയാലും നമ്മുടെ ഫോർമാറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. സോ ഡേയും ഡേറ്റും എഴുതണം. പിന്നെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വേണം. നമുക്ക് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പറയാണ് ടുഡേ വാസ് എ മാജിക്കൽ ഡേ. അല്ലെ, നല്ലൊരു ദിവസമായിരുന്നു, അത്ഭുതകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം എന്താ, ഒരു കൈൻഡ് ലേഡി കെയിം ടു അവർ പ്ലേസ്. ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നു. ഷീ സാറ്റ് ഓൺ എ ബ്രോക്കൻ ക്യാൻ ആൻഡ് സ്മൈൽഡ് അറ്റ് us. പൊട്ടിയ ഒരു ക്യാനിൽ ഇരുന്നു അല്ലെ, ഞങ്ങളെ നോക്കി സ്മൈൽ ചെയ്തു. Then she brought out a bag full of colorful books, blue, yellow, red. I had never seen anything like them. അതിനുശേഷം ആ സ്ത്രീ പുസ്തകം അല്ലെ ബാഗിൽ, അവരുടെ ആ ഒരു ബാഗിൽ നിന്ന് പല നിറത്തിലുള്ള പുസ്തകങ്ങൾ പുറത്തെടുത്തു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഷീ called herself ദീദി. She asked our names. I was surprised because no one ever asked me that. അവരുടെ പേര് പറഞ്ഞു ദീദി എന്നാണ്. ആൻഡ് അവർ ഞങ്ങളോടും പേര് ചോദിച്ചു. കാരണം എന്റെ ജീവിതത്തിൽ ആരും ഇതുവരെ ഞങ്ങളോട് പേര് ചോദിച്ചിട്ടില്ല അല്ലെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി പേര് ചോദിച്ചപ്പോ. I said നിന്നു. She gave me a book. I touched the pages and felt happy. എനിക്കൊരു പുസ്തകം കിട്ടി. ആ പുസ്തകം അതിന്റെ ആ പേജസ് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാണ് പറയുന്നത്. Even though I cannot read the words yet, the pictures are like a dream. എനിക്ക് ആ അക്ഷരങ്ങൾ, ആ പുസ്തകത്തിലെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ലെങ്കിലും അതിലുള്ള എന്താ പറയാ പിക്ചേഴ്സ് ഒരു ഡ്രീം പോലെ എനിക്ക് തോന്നി. I hope she comes again tomorrow. നാളെയും അവർ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ആ ദിവസമുള്ള നമ്മുടെ നിന്നുവിന്റെ ഡയറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, വീട്ടിൽ പോയതിനു ശേഷമുള്ള കുട്ടിയുടെ ഡയറി ആണെങ്കിൽ വീണ്ടും നമ്മൾ ഫോർമാറ്റ് ഡേയും ഡേറ്റും എഴുതുക. ഒരു ഓപ്പണിംഗ് കൊടുത്തു, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. ടുഡേ വി വെന്റ് ടു ദീദീസ് ഹൗസ്. ഞങ്ങൾ ഇന്ന് ദീദിയുടെ വീട്ടിലേക്ക് പോയി. വി ഫൗണ്ട് ഹെർ അഡ്രസ് ഇൻസൈഡ് എ ബുക്ക്. അല്ലെ, ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദീദിയുടെ അഡ്രസ് ഞങ്ങൾക്ക് കിട്ടിയത്. ഷീ വാസ് ലൈയിങ് ഇൻ ബെഡ്. ദീദി ബെഡിൽ കിടക്കുകയായിരുന്നു അല്ലെ. ലുക്കിംഗ് വെരി വീക്ക്, കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ക്ഷീണിച്ച് വീക്ക് ആയിട്ടാണ് ദീദി ഉണ്ടായിരുന്നത്. വി സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റെഡ് ഓൾ ദ സ്റ്റോറീസ് ഷീ ടോട്ട് us. ഞങ്ങൾ ചുറ്റുമിരുന്നു, ദീദി ഞങ്ങളെ പഠിപ്പിച്ച കഥകളെല്ലാം വായിച്ചു കൊടുത്തു. ഹെർ ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ് ബട്ട് ഷീ സ്മൈൽഡ്. കണ്ണുകൾ എന്താ പറയാ, ടീയേഴ്സ് കൊണ്ട്, കണ്ണീര് കൊണ്ട് കലങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ദീദി അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് വി മെയ്ഡ് ഹെർ സ്മൈൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം ദീദിക്ക് സന്തോഷം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങൾ കാരണം ദീദി ചിരിച്ചു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റനിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഏതാണെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡലിൽ ആൻസർ ചെയ്യാൻ നോക്കുക. ആൻഡ് മിസ് തരുന്ന ആൻസർ കാണാതെ പഠിച്ച് എഴുതണമെന്ന് മിസ് പറയില്ല. ഇതൊരു മോഡൽ മാത്രമാണ്. എൻ്റെ മക്കൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ആൻസർ ചെയ്യുക കേട്ടോ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മിസ്സിന് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ 4ാം ക്ലാസ് കഴിഞ്ഞു, ആനുവൽ എക്സാം കഴിയുന്നതോടുകൂടി 4ാം ക്ലാസ് നിങ്ങൾ കഴിഞ്ഞു, 5ാം ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളിത് ആ LP നിന്ന് UPയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് 4ാം ക്ലാസ്സിനെക്കാട്ടിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ടാകും. കണ്ടന്റ് കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. അപ്പോൾ തുടക്കം മുതൽ അടിപൊളിയായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല അല്ലേ. 5ാം ക്ലാസ്സിലെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈലത്തിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. ബിക്കോസ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് XCF10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ്, ആ ഒരു ഓഫറിന്റെ ഭാഗമായിട്ടാണ്. കുറച്ച് ദിവസം കൂടെ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ആണ് മിസ് പറഞ്ഞത്. ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. സോ ബേസ് പ്ലാന്റെ റേറ്റ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നവരിൽ നിന്ന് 5 പേർക്ക് ഈ വകയായിട്ട് നമ്മൾ സ്മാർട്ട് ബാച്ച് കൊടുക്കുന്നുണ്ട്. സോ വേഗം തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് ബാച്ചിൽ കാണാം. ആൻഡ് മിസ് പറഞ്ഞ പോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.